നിങ്ങളൊരു CBSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം നിങ്ങൾ പഠിക്കുന്ന കാലത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമുകൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക? അതിന് ആദ്യം വേണ്ട കാര്യം നിങ്ങൾ പഠിക്കണം എന്നുള്ളതല്ലേ. അപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ? ഇല്ല. എപ്പോഴും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറേ സ്ട്രാറ്റജികളുണ്ട്. നിങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ആ സിസ്റ്റത്തിൽ ഇരുന്ന് പഠിച്ചാലേ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ആ സിസ്റ്റം എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ +1 +2 പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് CBSE നിങ്ങൾ മാത്സിൽ ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ കാര്യം നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ മാത്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണോ നമ്മുടെ എക്സാമിന് ചോദ്യം ചോദിക്കാറുള്ളത്? ഡെഫിനിറ്റ്ലി നോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമല്ല. അപ്പോൾ നമ്മൾ PYQs റെഫർ ചെയ്യണോ? PYQs നിങ്ങൾ എന്തായാലും റെഫർ ചെയ്യണം. അപ്പോൾ PYQs തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടോ? PYQs റിപ്പീറ്റ് ചെയ്യാത്ത ചോദ്യങ്ങളും എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താ? ടെക്സ്റ്റ് ബുക്കും PYQം കറക്റ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രോപ്പർ റിവിഷനും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം നിങ്ങൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആൻഡ് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ്. NCERT വായിക്കൂല. അതായത് NCERTയിലെ പ്രോബ്ലംസ് സാധാരണ രീതി ചെയ്യൂല. അപ്പോൾ അത് ഒഴിവാക്കണം. NCERTയിലെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യണം. ഒരു ഫോർമുല റിവിഷൻ ഒന്നും നിങ്ങൾ ചെയ്യാറില്ല. അതായത് എനിക്കറിയാം എനിക്കിത് പറ്റുമെന്നുള്ള കോൺഫിഡൻസിലായിരിക്കും എക്സാമിന് പോവുക. അതൊരിക്കലും പാടില്ല. നിങ്ങൾ റിവൈസ് ചെയ്യണം. കൃത്യമായിട്ട് ഫോർമുലാസും കാര്യങ്ങളും നിങ്ങൾ എഴുതണം. പിന്നെ സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഷോർട്ട് ആൻസറുകൾ ആകുന്ന ചോദ്യത്തിന് ഷോർട്ട് ആൻസറിലേക്ക് എത്തുക. അല്ലാത്തത് പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസേഴ്സ് കണ്ടെത്തുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ PYQs ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ എക്സാം പാറ്റേണും ക്വസ്റ്റ്യനും കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ്. അപ്പോൾ PYQs ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ PYQs ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ടൈം മാക്സിന് ഉണ്ടാകാറുള്ളത്. ഓക്കെ. അപ്പോൾ ഈ 3 മണിക്കൂർ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. +1 പബ്ലിക് എക്സാം ഉണ്ടാകില്ല. +2 നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഉണ്ടാവും. +2 3 മണിക്കൂറിൻ്റെ എക്സാം നിങ്ങൾ ലാസ്റ്റ്. അടുത്ത കാര്യം നിങ്ങളുടെ NCERT ആയിട്ട് ബന്ധപ്പെട്ടതാണ്. NCERT പഠിക്കണം, NCERT ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ NCERT ഫോളോ ചെയ്യേണ്ടത്? ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള എക്സാമ്പിളുകൾ ഉണ്ടാവും. അതെല്ലാം എന്തായാലും ചെയ്യണം. അതേപോലെ തന്നെ ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ ഉണ്ടാവും. എക്സാമ്പിൾസ് ഉണ്ടാവും. അത് എന്തായാലും സോൾവ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ വേറെ ഉണ്ടാവും. അതും നിങ്ങൾ എന്തായാലും ചെയ്യണം. ആൻഡ് നിങ്ങൾ CBSE ആയതുകൊണ്ട് മിസലേനിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കണം. മിസലേനിയസിൽ നിന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ മിസലേനിയസും ചെയ്ത് പഠിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുമ്പോൾ മിസലേനിയസ് ചെയ്യുക, ടെക്സ്റ്റിൽ സോൾവഡ് എക്സാമ്പിൾസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും ചാപ്റ്റർ ഡിഫിക്കൽട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കണം. നിങ്ങൾ +2 മാത്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സിലെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളത് മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വെക്ടർ, 3D, LPP. ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ് റിലേഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഹാർഡ് ആയിട്ടുള്ളതാണ് കണ്ടിന്യൂറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻറ്റഗ്രൽസ്. വേണമെങ്കിൽ നമുക്കിതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടി ഉൾപ്പെടുത്താം. +1 കേസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം കോമൺ ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ട്രിഗണോമെട്രിയും ലിമിറ്റൊക്കെ ആണ്. ഇതെന്തായാലും നല്ലതുപോലെ പഠിക്കണം. കാരണം അത് +2 ബേസാണ്. +2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യമായിരിക്കും ട്രിഗണോമെട്രിയും ലിമിറ്റും ഒരുപാട് ചാപ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ അത് പാളും എന്നുള്ളത്. അപ്പോൾ ആ കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഫോർമുല നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. 50 മിനിറ്റ്സ് എവരി ഡേ. നിങ്ങളൊരു ദിവസം പഠിക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് മാത്രം അതിന് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയിലുള്ള റിവിഷന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അടുത്തതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞല്ലോ NCERT പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങളൊരു ലാസ്റ്റ് 10 വർഷത്തെ PYQs അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേൺസ് കറക്റ്റ് മനസ്സിലാകുമെന്നുള്ളത് മാത്രമല്ല, ഏത് ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഗസ്സിങ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ആ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ PYQs റെഫർ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ പേപ്പറുമായിട്ട് നിങ്ങൾ വളരെ സിങ്ക് ആവും. ആൻഡ് അത് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റേഷൻ. നമ്മൾ എക്സാം എഴുതുന്നതിലുള്ള ആ ഒരു നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും നമ്മുടെ നീറ്റ്നെസ്സിലൊക്കെ നല്ല കാര്യമുണ്ട്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും സ്റ്റെപ്പുകൾ നല്ല പ്രോപ്പർ സ്റ്റെപ്പുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോങ് ആൻസേഴ്സിന് സ്റ്റെപ്പുകൾ കൊടുക്കണം. പിന്നെ ബോക്സ് ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചെറിയ ബോക്സിലൊക്കെ ഇട്ടുകൊണ്ട് ആൻസേഴ്സും അതേപോലെ തന്നെ ഫോർമുലാസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡയഗ്രാംസ് ഒക്കെ നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും വരച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈ വർഷം മുതൽ സ്കാൻ ചെയ്തിട്ടാണ്, അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള വാല്യുവേഷൻ അല്ല, സ്കാൻ ചെയ്തിട്ട് ഓൺ സ്ക്രീൻ വാല്യുവേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റേഷൻ ഷുഡ് ബി ക്ലിയർ. അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ടൈം മാനേജ്മെൻറ്റ് ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് 100-ൽ 100 കിട്ടണമെങ്കിൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. 3 മണിക്കൂർ. ഇതിലൊരു 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാൻ എന്തായാലും സമയം വേണ്ടി വരും. അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് സമയം വേണ്ടി വരും എന്നുള്ളതാണ്. ഒരു 2 മണിക്കൂറും ഒരു 20 മിനിറ്റ് കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ എക്സാം ചെയ്ത് തീർക്കണം. പിന്നുള്ള ഒരു 25 മിനിറ്റ് നിങ്ങൾക്ക് എന്തിനായിരിക്കണം? നിങ്ങളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാനും അതിലൂടെ ഒന്ന് പോയി നോക്കുന്നതിനും വേണ്ടിയായിരിക്കും. കാരണം ഒരു ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ പറ്റും. നിങ്ങൾ 100 ഡിസേർവ് ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷേ 99 കിട്ടുന്നതെങ്കിൽ ആ ഒരു മാർക്ക് ചെറിയ മൈന്യൂട്ട് എറർ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ആ കാര്യം കൂടി നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങളൊരു പ്രോപ്പർ പ്ലാൻ ആണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും PYQs വെച്ചിട്ടുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് എന്തായാലും സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലാണെങ്കിൽ പോലും 1-2 ചാപ്റ്റേഴ്സ് എന്തായാലും ഒരു മാസം കവർ ചെയ്തിരിക്കും. ഷുവറാണ്, 2-3 ഒക്കെ കവർ ചെയ്യും. അപ്പോൾ ഒരു മാസം കവർ ചെയ്യുന്ന ചാപ്റ്റർ നെക്സ്റ്റ് മന്ത് ആകുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ വീക്കിൽ ഒരു NCERT ബേസ് ചെയ്തുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുക. NCERTയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട്. രണ്ടാമത്തെ വീക്കിൽ ആ ചാപ്റ്ററിലെ PYQs സോൾവ് ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ ചാപ്റ്ററിനെ പറ്റി ഏകദേശം കൃത്യമായുള്ള ഐഡിയകൾ കിട്ടും. ഓക്കെ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് വെക്കുക 3-ാമത്തെ വീക്കിൽ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ആൻഡ് 4-ാമത്തെ വീക്കിൽ എന്തായിരിക്കണം? ആ ചാപ്റ്റേഴ്സിൻ്റെ ഒരു പ്രോപ്പർ റിവിഷൻ ആയിരിക്കണം. ഇങ്ങനെ നിങ്ങളൊരു മാസം 2 ചാപ്റ്റർ വെച്ച് ചെയ്താൽ മതി. 2 ചാപ്റ്റർ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് ഇങ്ങനെ പ്രോപ്പറായിട്ട് തീർക്കാൻ പറ്റും. റെഡി. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മാത്സിൽ ഫുൾ മാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യണം. അത് എത്ര സമയം വേണം എന്നുള്ളത് നിങ്ങളുടെ കാലിബറിനനുസരിച്ച് ഉണ്ടാവും. നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്യാം. ഇനി ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എജുപോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാണുന്നത് വരെ